ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. ഹലോ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ചെമ്മീനും പിടിച്ച് നിൽക്കുന്നത് എന്താണെന്നല്ലേ, ഇന്ന് ചിട്ടികുളങ്ങര കുംഭഭരണി. അപ്പം എന്നാൽ പിന്നെ അവിടുത്തെ സ്പെഷ്യലായ കൊഞ്ചും മാങ്ങയും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇന്ന് എൻ്റെ ഓഫീസിൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഈ ഒരു ഡിഷ് കൊണ്ടുത്തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഇത് കുംഭഭരണി സ്പെഷ്യലാണ് എന്നറിഞ്ഞത്. എന്നാൽ പിന്നെ അത് തന്നെ ഇന്നങ്ങ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കൊരു ഫുഡ് ഇഷ്ടമായാൽ അതെന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണെങ്കിൽ ഞാനത് മാക്സിമം ട്രൈ ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ ട്രൈ ചെയ്താലല്ലേ നമ്മളെക്കൊണ്ട് സാധിക്കുന്നതാണോ എന്നറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നതാണ് കൊഞ്ചു മാങ്ങ. അപ്പോൾ ഇതാ നല്ല ഉണക്കച്ചെമ്മീനുണ്ടായി. അത് ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് അതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചു. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ ഒരു അരമുറി തേങ്ങയും അതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ സവാള, ഇത്രയും ഇട്ട് അതൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച ചെമ്മീൻ്റെ തലയും വാലും മുടിച്ച് അവരെ അങ്ങ് സെറ്റാക്കി എടുത്തു. എന്നിട്ട് അതൊന്ന് ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ അത് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് അങ്ങ് വയ്ക്കുക. ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് അറിയില്ല, എന്നാലും എനിക്കിഷ്ടമായി. ഏകദേശം നല്ലൊരു ടേസ്റ്റിലും ഞാനിന്ന് കഴിച്ച ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. സോ എൻ്റെ ഫേവറേറ്റായി. ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ ചെമ്മീൻ അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു അരപ്പ്, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അരപ്പും കൂടെ ഞാൻ ചേർത്തിട്ട് കുറച്ച് വെള്ളം, ആ അരപ്പൊന്ന് നമ്മൾ മിക്സിയുടെ ജാറിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെയായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുമല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകി ആ ഒരു വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഐറ്റം, മാങ്ങയില്ലാതെ എന്തോന്ന് കൊഞ്ചും മാങ്ങയും, നല്ലൊരു പച്ച മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എന്താ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലി ചെത്തിയപ്പോൾ എന്താ ഒരു മണം, നമ്മളെ കൊതി പിടിപ്പിക്കുന്ന ഒരു മണമായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ എൻ്റെ പഴയ കുട്ടിക്കാലത്തേക്ക് വരെ പോയി. നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനത്തെ മാവുണ്ടായി. അച്ഛൻ റബ്ബർ വെട്ടാൻ പോകുന്ന തോട്ടത്തിൽ ഇങ്ങനത്തെ ഒരു മാവുണ്ടായിരുന്നു. പിന്നെ അതിൽ മാങ്ങയുടെ സെയിം മണമായിരുന്നു കേട്ടോ. ഇത് കട്ട് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ പഴയ കാലത്തിലേക്ക് ഒരു നിമിഷം പോയി. അതവിടെ നിൽക്കട്ടെ, നമുക്ക് കൊഞ്ചും മാങ്ങയിലേക്ക് വരാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് അത് നല്ലോണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പുളി ഉണ്ടോ എന്നറിയാൻ ഒരു ചെറിയ പീസ് ഞാൻ വായിലിട്ട്, എൻ്റെ പൊന്നേ ഒടുക്കത്തെ പുളിയായിരുന്നു. അത് മുഴുവനായിട്ട് കഴിക്കാനും പറ്റില്ല, അപ്പം തന്നെ ഞാൻ തുപ്പിക്കളഞ്ഞു. എന്നിട്ട് ഇതാ മാങ്ങ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് ഏത് സൈസിലാണോ ഇതിലേക്ക് മാങ്ങ അരിഞ്ഞിടേണ്ടത് അതേപോലെ. ഞാനിപ്പോൾ ചെറിയ പീസായിട്ട് നുറുക്കിയിടാറുണ്ട്, കാരണം ഞാൻ ഇടയ്ക്ക് മാങ്ങയിട്ട് മീൻ കറി വയ്ക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റൈലിലാണ് മാങ്ങ അരിഞ്ഞിട്ടത്. ചെമ്മീൻ പോലെ തന്നെ മാങ്ങയും കുറച്ച് നീളത്തിൽ വേണമല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ആവശ്യത്തിനുള്ള മാങ്ങയെല്ലാം കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കട്ട് ചെയ്ത മാങ്ങയും നമ്മൾ നേരത്തെ ചെമ്മീനും തേങ്ങാരപ്പും ഓൾറെഡി നമ്മൾ ചട്ടിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ആ മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കേട്ടോ. നമ്മൾക്കിവിടെ എരിവ് വേണം, പുളിയും എരിവും ഒക്കെ കുറച്ച് മുന്നിട്ട് നിൽക്കണം. അതുകൊണ്ട് ഞാൻ എന്താ നല്ല വലിയ 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. അത് നടുവേ ഒന്ന് കീറിയിട്ട് അതിനെ ഒന്ന് നുറുക്കിയിടുന്നുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞിടാം. ഇത് ഞാൻ എൻ്റെ സ്റ്റൈലിലങ്ങ് മുളക് കീറി ഇട്ടുന്നേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ മുളക് 2ആയിട്ട് മാത്രം അങ്ങ് കീറിയിട്ടാലും എരിവ് നല്ലോണം പിടിക്കും കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ കീറിയിടുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മുളക് അരിഞ്ഞിടാം. അതേപോലെ എരിവിന് ആവശ്യമായ മുളക് ഇടാവുന്നതാണ്. എരിവ് കുറവുള്ളവർക്ക് ഇത്രയും മുളക് ചേർക്കണമെന്നില്ല. അപ്പോൾ അത് ആവശ്യത്തിനുള്ള മുളകും ചേർത്ത് ഇനി നല്ലതുപോലെ കൈ കൊണ്ട് ഇത് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണം. അതല്ലെങ്കിലും ചില അരപ്പുകളൊക്കെ നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്താലേ നമുക്ക് ആ കറിയിൽ ഒരു കൈപ്പുണ്യം വരുത്തുള്ളൂ. എൻ്റെ കൈപ്പുണ്യം വരണമല്ലോ. അതുകൊണ്ട് ഞാൻ എന്താ കൈ വെച്ച് നല്ലതുപോലെ കൊഞ്ചും മാങ്ങയും നമ്മുടെ അരപ്പും എല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. മാങ്ങ ഉടഞ്ഞു പോകാതെ നോക്കണം. അതായത് കുറച്ച് നമ്മൾ കൈ വെച്ച് ഞെരടുമ്പോൾ മാങ്ങയ്ക്ക് ക്ഷതം പറ്റരുത്. മാങ്ങ അതേപോലെ ഫ്രഷായിട്ട് കിടക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ അതൊന്ന് വേഗം വെക്കുന്നുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിലിടരുത്, മാങ്ങ പെട്ടെന്ന് വേകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടാൽ മതി. പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള കാര്യം മറക്കരുത്.
അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കറിവേപ്പില, അത് ഓപ്ഷണലാണ്. കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വെക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ కొంచెం മഞ്ഞയും ചൊട്ടിപ്പിടിക്കും. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എരിവുണ്ടോ കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ചപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു ചെമ്മീനെടുത്ത് കഴിച്ചപ്പോൾ ഒരു ഉപ്പ് കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് നോക്കിയിട്ടേ ചേർക്കാവുള്ളൂ. എന്നെപ്പോലെ ഉപ്പ് വാരിക്കോരി ഇടുന്ന ആളാണെങ്കിൽ ശ്രദ്ധിക്കുക, ആദ്യമേ തന്നെ കുറച്ച് ഉപ്പ് മാത്രം ചേർക്കുക, പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എനിക്ക് BP ലോ ആയതുകൊണ്ട് ഞാൻ എത്ര ഉപ്പിട്ടാലും എനിക്കറിയാൻ പറ്റത്തില്ല. അവസാനം എൻ്റെ കറിയൊന്നും വായി വെക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ വളരെ കുറച്ച് ഉപ്പേ ചേർക്കാറുള്ളൂ. പിന്നെ വേണ്ടി വന്നാൽ ഉപ്പ് ചേർക്കാമല്ലോ. അങ്ങനെ ഫൈനലി നമ്മളുടെ കൊഞ്ചും മാങ്ങയും റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യൽ താങ്ക്സ് ടു രേഷ്മ. അവളാണ് എനിക്ക് ഈ ഒരു ഡിഷ് ഇന്ന് രാവിലെ കൊണ്ട് തന്നത്. അപ്പോൾ എനിക്കിഷ്ടമായി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനത് പേട്ടനോട് കഴിച്ചു നോക്കാൻ പറഞ്ഞതാണ്. എനിക്കെന്തായാലും ഇഷ്ടമായി. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക, കുറച്ച് വെള്ളമയം പോലും അതിലുണ്ടാവരുത്. ഇളക്കി ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കുക. അപ്പോൾ അതാണ് നമ്മൾ കൊഞ്ചുമാങ്ങ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.